ഓക്കെ ടീച്ചേഴ്സ്, നമ്മൾ ഡേ 9ലേക്ക് എൻ്റർ ചെയ്യാണ്. നമ്മൾ ഇന്ന് നമ്മുടെ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിൽ ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഒരു പാഠഭാഗത്തിൻ്റെ ഇമേജുകളിലെ ഒരു 10 സജഷൻ തരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. 10 ഇമേജ് ഐഡിയാസ് എനിക്ക് വേണം. ഒരു PDF ഒരു പാഠഭാഗം നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങോട്ട് തയ്യാറാക്കി തരാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണേ. അതിൻ്റെ പ്രോംപ്റ്റ് റെഡിയാണ്. ഇനി നമുക്ക് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് ChatGPT ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ChatGPT ഓപ്പൺ ആക്കിയിട്ട് യൂസർ ലോഗിൻ ആണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആണ്. അപ്പോൾ അതിനകത്ത് പേസ്റ്റ് ചെയ്ത് കണ്ടന്റ് പേസ്റ്റ് ചെയ്ത് PDF കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. ഞാൻ ചെയ്യുന്ന സെയിം PDF നിങ്ങൾക്ക് തരാം. നമ്മൾ യൂണിറ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു യൂണിറ്റ് കൊടുക്കാം. യൂണിറ്റ് 1 സ്റ്റാൻഡേർഡ് 4 നമ്മുടെ 4ാം ക്ലാസ്സിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നല്ലോ. അതിന് അതിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു. ഡേ 4ലും ഡേ 5 അതേ യൂണിറ്റ് തന്നെ കൊടുക്കും. അപ്പോൾ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ അതിന് ഞാൻ സജഷൻ കൊടുത്തു. 10 എനിക്ക് തരും. അതിൽ നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് നമുക്ക് നോക്കാം. ബിയോണ്ട് ഫിയർ എന്ന് പറയുന്ന യൂണിറ്റാണ് ഒന്നാമത്. 10 നമ്മൾ ജനറേറ്റ് ചെയ്യണ്ട, നമുക്ക് കുറച്ച് മതി. ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് നോക്കാം. എവറിഡേ ഹീറോസിന്റെ പോസ്റ്റർ, കരേജ് അവാർഡ് സെറിമണി, ഒന്നോ രണ്ടോ മതിയാവും. ആദ്യത്തെ ഇത്തിരി വലിയ ലെങ്തി. ഇതെന്താ പറയുന്നത്? ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ്, സിംപ്ലിഫൈഡ് റീഡിംഗ് പാസേജ്, ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് അരെ. അതൊരു അങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. കുറച്ചും കൂടെ ചെറിയ എന്താ, ഏർ, രണ്ടെന്ന് പറഞ്ഞാൽ ഇമേജ് ഐഡിയാസ്, ഹൈ ക്വാളിറ്റി ഇമേജ് പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. ഡിൽന നോട്ടീസസ് ദ റെയിൻ, എഡ്യൂക്കേഷൻ ഫോക്കസ്, ഒബ്സർവേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എ യങ് ഗേൾ, ഒരു പ്രോംപ്റ്റ് തന്നിരിക്കുകയാണ്. എ യങ് ഗേൾ ആൻഡ് ഹെർ ലിറ്റിൽ ബ്രദർ പ്ലേയിങ് ഇൻ ബാക്ക് യാർഡ് വയൽ ഡാർക്ക് റെയിൻ ക്ലൗഡ്സ് ഗ്യാദർ ഓവർ. നമുക്ക് ഇത് പറയണതിനേക്കാളും നമുക്കൊന്ന് ചെയ്ത് കണ്ടു നോക്കാം. കോപ്പി എടുത്തിട്ട് ജെമിനിയിൽ ഓപ്പൺ ചെയ്ത് വായിച്ചുകൊണ്ടിരുന്ന് വെറുതെ സമയം കളയണ്ട. എന്താണ് അവർ ഉദ്ദേശിച്ചത് നോക്കാം. ജെമിനി ഓപ്പൺ ആക്കിയിട്ട് ആ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് കൊടുക്കുകയാണ്. ഒരു പാഠഭാഗത്തിന്റെ എന്താ ഐഡിയ ആണ് തരുന്നത്. ഇത് ഇത്തിരി ടൈം എടുക്കുന്നതാണ്. ഓരോന്ന് വായിച്ച് നോക്കി ചെയ്യണം. ഇനി പ്രോംപ്റ്റ് മാറ്റണമെങ്കിൽ മാറ്റണം. ഇമേജിനുള്ളത് കൊടുത്തില്ല അവരുടെ. ഇമേജ് ആയി. ക്രിയേറ്റിംഗ് യങ് എന്ന് പറയുള്ളൂ. അത് അതിൻ്റെതായിട്ടുള്ള രീതി നമ്മളെ പാഠഭാഗം മറ്റുള്ളതൊന്നും ജെമിനിയിൽ കൊടുത്തിട്ടില്ല. വെറുതെ ഈ ChatGPT തയ്യാറാക്കി തന്നതിന് ഇവിടെ കൊടുത്തതേ. നമുക്ക് പാഠഭാഗത്തിന്റെ എന്നായിരുന്നാലും സംഭവം വന്നു. ഒരു ഇമേജ് കിട്ടി. ഇത് അതുമായിട്ട് ബന്ധമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടെ. 3D പിക്സാർ ബ്ലെയിം ദ ഓൾഡർ സിസ്റ്റർ പോയിന്റിംഗ് ടുവാർഡ്സ് ദ ഹൗസ് ആൻഡ് എൻകറേജിങ് ഹെർ ബ്രദർ ടു ഗോ ഇൻസൈഡ്, എക്സ്പ്രഷൻ ഷോവിങ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഇമേജാണ്. ഇതൊന്ന് കിട്ടിയ ഒരു ഇമേജ്. ഇപ്പോൾ അതിനകത്ത് ഇവർ നമുക്ക് തരുന്ന ഐഡിയയിൽ ഞാൻ പറഞ്ഞത് ഇതാണ്. എനിക്ക് എൻ്റെ കയ്യിലൊരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് ഒറ്റ പാഠഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് തരാനാണ് പറയുന്നത്. അതിൽ ഒരു കാര്യം ഞാൻ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. യൂണിറ്റ് ടെക്സ്റ്റ് സമ്മറി ഇവിടെ ശ്രദ്ധിച്ചോ. പേസ്റ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് പാരഗ്രാഫ് ഓഫ് സ്റ്റോറി ഹിയർ. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ PDF നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ ചെയ്യുകയാണേ. ന്യൂ ചാറ്റ് എടുത്തിട്ട് ക്രിയേറ്റ് മീ ആ യൂണിറ്റിൻ്റെ സമ്മറി എടുത്തു തരാൻ വേണ്ടി പറയണേ. ഇത് ഷോർട്ടായിട്ട് തന്നെ വേണമല്ലോ നമുക്ക്. ക്രിയേറ്റ് മീ
ഷോർട്ട് സമ്മറി. ഒരു 10 സെന്റൻസ്, 10 to 12 sentences. അപ്പോൾ ഈ യൂണിറ്റ് പോസ്റ്ററിന്റെ താഴെയായിട്ട് കൊടുക്കാം. ഇതാദ്യം ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നതല്ലേ നല്ല. എ എ എന്ന് ഹെഡിങ്, എ എന്ന് കൊടുത്ത് അറ്റാച്ച് യൂണിറ്റ് ആൻഡ് ഗീവ് പ്രോംപ്റ്റ്. പ്രോംപ്റ്റ് എന്താ? ഇപ്പൊ ഇതാണ് പ്രോംപ്റ്റ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ സമ്മറി ഇട്ട് ഈ സമ്മറി എടുത്ത് ഇതിനകത്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജോലികൾ ഇതാ. ഇതാണ് സമ്മറി കിട്ടി. Ctrl+C കൊടുത്ത് ന്യൂ ചാറ്റ് കൊടുത്ത് ഇതിനകത്ത് തന്നെ വേണമെങ്കിൽ ചെയ്യാം, കാരണം അത് എല്ലാവരെയും സ്റ്റോറി തന്നെയല്ലോ. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്യാം. അപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്രോംപ്റ്റ് എടുക്കണം. ഇതെടുത്ത് Ctrl+C കൊടുത്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യണം. ഇതിനകത്ത് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ സാധനം കൊണ്ടുവരേണ്ടത് എവിടെയാണ്? പേസ്റ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക് പാരഗ്രാഫ് ഓർ സ്റ്റോറി ഹിയർ എന്ന് പറയുന്നിടത്ത് ഇതിനെ ഈ യൂണിറ്റ് 1 മുതൽ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. എന്നോടൊപ്പം ചെയ്യുന്നവർക്ക് ചെയ്യാമേ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയുക. അപ്പോൾ അത് അത്രയും ഇതിനകത്ത് കൊടുത്തു. പിന്നെ ഇവിടെയും കൂടെ ഉണ്ട് യൂണിറ്റ് 1 ബിയോണ്ട് ഫിയർ 12 സെന്റ്. അതൊന്നും വേണമെന്നില്ല. 10 to 12 സെന്റൻസ് ഇവിടെ വേണ്ട. അപ്പോൾ അതിവിടെ തീർന്നു. യൂണിറ്റ് ഒബ്ജക്റ്റീവ്സ് ഒബ്ജക്റ്റീവ്സും കൂടെ എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരുന്നു. ഇനി ഞാനിതന്നെ അങ്ങ് സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒബ്ജക്റ്റീവ്സും കൂടെ എടുത്തോണേ. സെൻഡ് പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പൊ എന്ത് കിട്ടും? ഇതിന്റെ ഉദ്ദേശം ഇതാണ്, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട്. ആദ്യത്തത് ഇത് കിട്ടി. ഇനി 2 ഇമേജ് ഐഡി, റെയിനി ഡേ പ്ലേ ടൈം, ഡിൽന ആൻഡ് ഐസക് പ്ലേയിങ്. എനിക്ക് ഫസ്റ്റ് കിട്ടിയതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലേ? എന്താണ് ഞാൻ അഡീഷണൽ കൊടുത്തേ? ഈ പ്രോംപ്റ്റിന്റെ അകത്ത് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇതിനകത്ത് പറയാം. നമ്മളെ ഈ ക്ലാസ് റൂമിനകത്ത് പറയാം. ഈ യൂണിറ്റ് സമ്മറിക്കകത്ത് ഞാനൊരു സമ്മറി തയ്യാറാക്കി വെച്ചതിനെ പേസ്റ്റ് ചെയ്ത് വെച്ചു. അതിനകത്ത് അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുമെങ്കിൽ സമ്മറിയും ഒബ്ജക്റ്റീവ്സും തയ്യാറാക്കി കൊടുത്താൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഈ കാണുന്ന 10 എണ്ണം. 10 എണ്ണവും നമുക്ക് ഉപയോഗിക്കേണ്ട, നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ ആവശ്യം വരത്തുള്ളൂ. നമുക്ക് ആദ്യത്തെ ഒരെണ്ണം എടുക്കാം. കോപ്പി എടുത്ത് ഈ പാഠഭാഗം ഇതിനകത്ത് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഞാൻ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. കാരണം എനിക്ക് എങ്കിൽ എന്ത് കൂടുതലായിട്ട് കൊടുക്കണ്ട, ആ PDF വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ മെമ്മറി സെയിം ചാറ്റിനകത്തായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? അതിൻ്റെ മെമ്മറിയിലുണ്ട്. മുകളിൽ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്ത ഒന്നാമത്തെ പ്രോംപ്റ്റിനെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി റിലേഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്ക്. കണക്ഷൻസ്. മേക്കിംഗ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ്, സെറ്റിംഗ് ദ സീൻ. എത്ര പേരായി? 20 പേര്.
അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമേജ് നമുക്ക് കിട്ടി. ഇമേജാണ് അവർ ജനറേറ്റ് ചെയ്ത് തന്നേ. രണ്ടാമത്തെ കൂടെ നോക്കാം. പാഠഭാഗത്തിൻ്റെ പോസിബിൾ ഇമേജസ് ആണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർട്ടിക്കുലർ വേർഡ്സ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തി കൊണ്ടുവരുത്തി ചെയ്യാൻ പറ്റും. ഓക്കെ. പാഠഭാഗവുമായിട്ട് ബന്ധമുള്ള സെൻറ്റൻസുകൾ കൂടെ ഈ ഇമേജിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് വേണമെങ്കിൽ ആ ടെക്സ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ ഐഡിയ കിട്ടും. പ്രോപ്പർ ഇമേജ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഡെഫോൾട്ട് ഫൈവിലും ചെയ്ത പോലെ ആ ഇമേജിനെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് ഈ ഫ്ലോ ഉള്ള സാധനത്തിൽ കൊണ്ടുവന്ന് പ്രോപ്പർ ഇമേജ് കൊണ്ടുവരാം. ഇത് ഐഡിയാസ് ഒക്കെയാണ് ഇത്തവണ നമ്മൾ സമ്മറി കൊടുത്ത് ചെയ്തത്. ഇതിനകത്ത് അവസാനം ഈ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഈ ഇങ്ങനെ വലുതാക്കാൻ പറ്റില്ല. ഉം, നമ്മളെ ആ പെൺകുട്ടി അഭിനന്ദിക്കുന്ന എന്തെങ്കിലും ഒരു പിക്ചർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു ഡയലോഗ് പോലെയൊക്കെ ബോക്സിലാക്കി ആക്കി മറ്റേ ടോക്കിംഗ് ബബിൾ പോലെയൊക്കെ ചെയ്ത് അങ്ങനെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാം. അതിന് അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ഈ പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. ഇതൊരു പോസിബിലിറ്റി പറഞ്ഞതേ ഉള്ളൂ. ഇത് ഇവർ തയ്യാറാക്കി തന്ന സാധ്യതകളാണ്. നമുക്ക് നമ്മുടേതായ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് ഒരെണ്ണം, ഒരു ഇമേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു സജഷൻ സേവ് ചെയ്തിട്ടയക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കി നോക്കണേ. ഇനി നമ്മൾ രണ്ടാമത് എന്താ പറഞ്ഞേ? ഒരു അസൈൻമെന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ടീച്ചിങ് മാനുവലിൻ്റെ. ഈ അസൈൻമെന്റ് ടീച്ചിങ് മാനുവലായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ ഡേ 7 ടീച്ചിങ് മാനുവൽ അപ്ലോഡ് ചെയ്യാനുള്ള ഇതിനകത്ത് അങ്ങ് ചെയ്തിട്ടാൽ മതി. ഡേ 8ഉം ഡേ 9ലും ഡേ 8ൻ്റെ ഒരു അസൈൻമെന്റ് ഇടാം. അപ്പോൾ അതിനകത്ത് ഈ ഇന്നത്തെ ഈ ഇമേജുകൾ പോലത്തെ സാധനങ്ങളൊക്കെ ഈ ഇതിൻ്റെ അസൈൻമെന്റിൽ ഇടുക. ഡേ 9ൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ പഠിക്കുമല്ലോ, നോട്ടൊക്കെ തയ്യാറാക്കും. അതൊക്കെ നമുക്ക് ഡേ 9ലൊക്കെ ഇടാം. പിന്നെ വീഡിയോ ഡേ 10ലിട്ട് അങ്ങനെ എല്ലാ പ്രോജക്റ്റും നമ്മുടെ പ്രോജക്റ്റ് ഉണ്ടല്ലോ അത് ഓരോ അസൈൻമെന്റുകളിലായിട്ട് ആഡ് ചെയ്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വേറെ ഡൗട്ടേ, യെസ്. നമ്മള് പ്രൊജക്ട് ഇതുപോലെ ഓരോ ഡേയിലും അസൈൻമെന്റിൽ കൊടുക്കുക വേണ്ടത് എല്ലാം ഒന്നിച്ച് ചെയ്യലല്ല? ഒന്നിച്ച് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക അസൈൻമെന്റ് ഞാൻ എങ്കിൽ ചെയ്തിടാം. ആ, നമ്മളിപ്പോ അല്ല ബാച്ച് അല്ല ബാച്ച് അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ആയതുകൊണ്ടേ. ഞാനൊക്കെ ചെയ്തിരുന്നു. ഒരു ആ ഡേ ആ 5 വരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓ അസൈൻമെന്റ് ഓ കണ്ടപ്പം. ഓ അതിന് ഓ ശേഷം പിന്നെ നോക്കാൻ സമയം കിട്ടിയില്ല. ആ വെച്ച് പിന്നെ ഇല്ലായിരിക്കും. അല്ല 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 ഉണ്ട്. നമുക്കേ ആ ഈ ഡേ 7 അസൈൻമെന്റ് കിടപ്പുണ്ടല്ലോ. ആ ആ ഡേ ആ. 7 ഇപ്പൊ ഇട്ടേക്കുന്നത് എന്താണെന്നറിയോ? ടീച്ചിങ് മാനുവലാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് കുറച്ച് ക്ലാസ് റൂം പോസ്റ്ററും കൂടെ ഉദ്ദേശിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യണ്ട, ടീച്ചിങ് മാനുവൽ മാത്രം ചെയ്താൽ മതി. ഞാൻ മറ്റ് രണ്ടെണ്ണം ഓക്കെ. റിമൂവ് ചെയ്തേക്കും. ഡേ 7 ടീച്ചിങ് മാനുവൽ ആഡ് ചെയ്ത് അങ്ങനെ പോട്ടെ. ഇനി 8ഉം 9ലും കൂടെ ഓരോന്നും ഇടുമ്പോഴത്തേക്കും അതായി. നമുക്ക് ഡേ 10 വീഡിയോ കൊടുക്കും. അസൈൻമെന്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്ത് സബ്ജക്റ്റാണ് അതിനകത്ത് ഇടേണ്ടത്. ഇവിടെ ടീച്ചിങ് മാനുവൽ എന്ന് കാണുമ്പോൾ പിടിയിട്ടുമല്ലോ. ടീച്ചിങ് മാനുവൽ ഇങ്ങനെ വരും. ഓക്കെ ഓക്കെ. അപ്പോൾ അതായി. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത് ചെയ്യാനുണ്ട്. അതിൽ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ എനിക്ക് ഫോൺ വേണ്ടി വരും. അപ്പോൾ ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിങ് കിട്ടില്ല. നമുക്ക് സ്കാനിങ് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയാമോ? ഫോണിൽ സ്കാൻ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോണിൽ സ്കാനർ എടുത്ത് സ്കാൻ ചെയ്താണ് ചെയ്യുന്നത്. അറിയാമോ? ഒന്ന് പറയാവോ? സ്കാനിങ് അറിയാം. പരിപാടി അറിയാം.
ഒരാൾ ഓക്കെ, വേറെ ആരെങ്കിലും? എനിബഡി? അത് നമുക്ക് വേണം കേട്ടോ. എനിക്ക് ബാച്ച് 2-ൽ അത് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ബാച്ച് 1-ന് ഞാൻ ഒരു ദിവസം എടുത്ത് കാണിച്ചു കൊടുത്തു എങ്ങനെയാണ് സ്കാനിങ് ചെയ്യുക എന്നുള്ളത്. പക്ഷെ ഇപ്പം എനിക്ക് കമ്പ്യൂട്ടറിലല്ലേ ഞാൻ ഇരിക്കുന്നത്. സ്കാനിങ് എന്ന് പറയുമ്പോൾ മൊബൈലിലാണ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും അതിൽ റെക്കോർഡ് ചെയ്യണമെന്ന് ഇതിൽ കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇനി ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് അവസാനത്തെ സ്റ്റെപ്പായിട്ട് അത് വയ്ക്കും. ഇപ്പോൾ ഈ നോട്ട് ചെയ്യണതിന് വിഷയമില്ല. നമുക്ക് നോട്ട് ആദ്യം നോക്കാം. നോട്ടിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോട്ട് കയ്യിൽ വേണം. ഇപ്പം ഞാൻ നോട്ടിന് വേണ്ടി ആശ്രയിക്കുന്നത് നമ്മുടെ ലേബർ ഇന്ത്യ എടുക്കാം. ലേബർ ഇന്ത്യയുടെ ഒരു ഞാൻ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഓണാക്കി അതിനകത്ത് ചെയ്യാം. ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ കുറച്ച് സമയം സേവ് ചെയ്യും. ഉം. ഇല്ല 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 ഇല്ല. ഇത്രയും പോവില്ല. അതിനകത്തോടെയില്ലായിരിക്കും. ഉം, ഉം. ഇല്ല. വാ. ടെൻഡർ ടച്ച് എന്ന് പറയുന്ന യൂണിറ്റാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഈ സ്ക്രീന് പ്രിന്റ് സ്ക്രീൻ എടുത്ത് ഈ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പം നമുക്ക് ഇപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മുടെ കയ്യിലുള്ള നോട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഇല്ലേ, ആ ഫോട്ടോയെ നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. രണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഒന്നാമത്തെ ക്ലാസ്സിൽ, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഒരു നോട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ മറ്റൊരു പകർപ്പുണ്ടാകും. അതേ ഐഡിയ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം സാധനം തന്നെ. ഒരെണ്ണം നമ്മൾ ചെയ്തു നോക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യണം. ഈ പേജ് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടി റീസൈസ് കൊടുത്തിട്ട് കസ്റ്റം സൈസ്. ആ ഈ ഈ കസ്റ്റം സൈസ് കൊടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേജ് ഫ്ലിപ്പ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ റീസൈസ് ഡിസൈൻ ഇതിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കിട്ടാൻ. ആ എന്നിങ്ങനെ ചെയ്ത് റീസൈസ് കൊടുത്തിട്ട് റീസൈസ് കൊടുത്തു. റീസൈസ് വരില്ല, ആ വരും. അതിൽ കസ്റ്റം സൈസ് കൊടുത്തിട്ട് ഇതിനെ ടിക്ക് ചെയ്ത് ഇതിൽ കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഈ പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ വേണോ ഉള്ളത്, എന്നിട്ട് അതിനെ കൊടുക്കുമ്പോൾ അത് മാറി ഇങ്ങനെ വരും. ഇപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ വലിച്ച് എടുക്കാം.
ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മുടെ കയ്യിൽ ഞാൻ ഇത് കൂടെ തരാം. ഈ PDF നിങ്ങൾക്ക് തരാം എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഒരു പേജാണ്. ആഡ് പേജ് കൊടുത്ത് മറ്റേ പേജ് എടുത്തു. സെക്കൻഡ് പേജ് അതിൻ്റെയും പ്രിന്റ് സ്ക്രീൻ എടുത്ത് ക്യാൻവയിൽ കൊണ്ടുവരുന്നു. പേസ്റ്റ് ചെയ്യുന്നു. ഒത്തിരി പേജ് എടുക്കണില്ല, ഒരു ഹാങ് ആയ പ്രശ്നമാണ്. ഒരു 3 പേജ് എടുക്കും. ഇതിനകത്ത് പല രീതിയിലായിരിക്കുമല്ലോ. എൻ്റെ ഇപ്പോൾ ആ വേർഡ്സിൻ്റെ മീനിങ് പറയുന്നതുണ്ട്. പിന്നെ അതിനകത്ത് തന്നെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഒരു എന്താണ് കമ്പൈൻ ചെയ്തിട്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനകത്തുനിന്ന് എനിക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രം നമ്മൾ PDF നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ സയൻസ് വിഷയങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടിയേനെ. ഇതിനകത്ത് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല. സയൻസിൻ്റെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ ഇതുപോലത്തെ പുസ്തകങ്ങളൊക്കെ, ഗൈഡുകൾ. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ഈ ചെയ്യുന്ന മെത്തേഡ് ചെയ്ത് അതിനകത്ത് കണ്ടന്റ് കൂട്ടിയെടുക്കുക. പുതിയ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമ്മൾ പറയണില്ല. നമ്മൾ ചെയ്ത ഫസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത കാര്യങ്ങൾ, ഒരു നോട്ടിനെ നമ്മൾ എങ്ങനെ മറ്റൊരു ഇതാക്കി മാറ്റാം എന്ന് പറഞ്ഞതിന്. ഇത് രണ്ടും ഒരേ പേജ്. അത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും നടക്കും. ഒരു നമ്മുടെ പ്രോജക്റ്റ് പറഞ്ഞതിൻ്റെ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതന്നേ ഉള്ളൂ. ഒരെണ്ണം എങ്ങനെ ചെയ്ത് കാണിക്കുന്നു മതി. ഇത്രയും പേജ് മതി. അതിനെ വലിച്ച് അയ്യോ അതിനെ വലിച്ച് നീട്ടുക. എന്നിട്ട് ഈ 4 പേജ് 3 പേജ് 3 പേജിനെ അങ്ങ് എക്സ്പോർട്ട് ചെയ്ത് ഡൗൺലോഡ് കൊടുത്ത് ഡൗൺലോഡ് ഇത് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യണം. എങ്കിൽ ഒറ്റ ഫയലായിട്ട് കിട്ടും. PDF കൊടുത്ത് PDF ഉണ്ട്, JPG ഉണ്ട്. നമ്മൾ സാധാരണ JPGയും PDFും മാറി മാറി എക്സ്പോർട്ട് ചെയ്യാറുണ്ട്. PDF ആയിട്ട് ഡൗൺലോഡ് കൊടുക്കും. അപ്പോൾ ഇത് നേരെ ഡൗൺലോഡ് ഫോൾഡറിൽ പോകും. ഡൗൺലോഡ് ഫോൾഡറിൽ പോകുന്നതിന് ഒരെണ്ണം നിങ്ങൾക്കും തരും, ഒരെണ്ണം ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഇതിൻ്റെ പേര് അൺടൈറ്റിൽഡ് ഡിസൈൻ 1 എന്നാണ്. യൂണിറ്റിൻ്റെ പേര് ടെൻഡർ ടച്ച്. ടെൻഡർ ടച്ച് ഇതായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം നിങ്ങൾക്ക് തരാം. വരുമോ? വരുമായിരിക്കും. വാട്സപ്പ് എവിടെ? വാട്സപ്പ് ഇത്തിരി സ്ലോ ആണ്. വരട്ടെ. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കിവിടെ ചെയ്യാം. ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞല്ലോ. ഇതും കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ ഇത് ബ്രേവറി ഇൻ എമർജൻസീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ന്യൂ ചാറ്റ് എടുത്തു, പുതിയ ചാറ്റ് എടുത്തു, പുതിയ ചാറ്റ് എടുത്തു. ആ, പുതിയ ചാറ്റ് വന്നു. പ്ലസ് ക്ലിക്ക് ചെയ്ത് ആഡ് ഫോട്ടോസ് ഫയൽസ് കൊടുത്തു. എൻ്റെ ലക്ഷ്യം മറ്റേ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഡൗൺലോഡ്സിൽ കിടക്കുന്ന ടെൻഡർ ടച്ച് എന്ന് പറയുന്ന ആ യൂണിറ്റ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്ത് പ്രോംപ്റ്റ് നമുക്ക് അതിനകത്ത് കൊടുക്കാം? എക്സ്ട്രാക്ട് എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ കീവേഡ്. ഐ വാണ്ട് എക്സ്ട്രാക്ട് ഓൾ question and answer from the
PDF. Answer, answer from the PDF. ഇതിനെ നമ്മുടെ ഇതിനകത്തോട്ട് ചെയ്യാം. എന്നിട്ട് എഡിറ്റ് കൊടുത്ത്, ഇന്ന് ഡേ 8 അല്ലല്ലോ, ഡേ 9 അല്ലേ? യാ യാ, B2 ഡേ 9. ഡേ 9 ഇതിനെ എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ടാസ്ക് 2 ക്ലാസ് നോട്ട് എന്ന് കൊടുക്കും. ക്ലാസ് നോട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എയിൽ നമ്മൾ പറയണ സെലക്ട് PDF അല്ലെങ്കിൽ ഇമേജ്. ബി പ്രോംപ്റ്റ് I want extract all questions and answer from the PDF. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ ആണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. ഇത് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണമെന്നില്ല. ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് നോക്കും. മൊത്തം 3 പേജ് ഉണ്ട്. 3 പേജിൽ നിന്ന് അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യും. ഇനി മൊബൈലിൽ ചെയ്യാൻ പോകുന്നത് സ്കാനിങ് ആണ്. അപ്പോൾ ആ സ്കാനിങ്ങിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ടീച്ചേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാവരും ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഓഫീസിലൊക്കെ അയക്കുമ്പോൾ ഫോട്ടോ എടുത്ത് അയക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ സ്കാൻ ചെയ്ത് അയക്കുകയാണെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള വായിക്കുന്ന ആളിന് അതിനൊരു ക്ലാരിറ്റി കിട്ടും. അതുപോലെ നമ്മൾ ഇതിന് ChatGPT ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് തന്നെ ചെയ്ത് ശീലിക്കുക. ഓക്കെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ലൈവ് കാണുന്നവർക്ക് ഓക്കെ, റെക്കോർഡിംഗ് കാണുന്നവർക്ക് ഫോണിൽ ചെയ്യുന്നത് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫോണിലോട്ട് പറ്റുമ്പോൾ അതിലുള്ളത് ഈ റെക്കോർഡിങ്ങിൽ കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ടാണ് അത് അവസാനം ചെയ്തത്. ഇപ്പോൾ ഈ ഫോണിൽ ചെയ്യുന്നത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അത് ഇടാൻ വിചാരിക്കും. നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇപ്പം ലൈവിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് കാണാം. നമുക്കിപ്പോൾ എത്ര പേരുണ്ട്? 21 പേരുണ്ട്. അവസാനം വരെ ഒന്ന് നിൽക്കുക, പോകാതെ. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരട്ടെ. അതെ. ലെറ്റ് us ആൻസർ. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? അപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. പേജ് 2, പേജ് 3, പേജ് 3 എന്നൊക്കെ ഓരോന്നിൻ്റെയും ഓരോ ക്വസ്റ്റ്യൻസ് അത് പിക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തി കൂടുതൽ എക്സ്പ്ലനേഷൻസ് അതിനകത്ത് കൊണ്ടുവരാം. ഇപ്പോൾ ഒരു സിംഗിൾ ലൈനിലാണ് അതിനകത്ത് വന്നേക്കുന്നത്. ഇല്ല, ഒരു ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? സാഷ റഷ് ടു ദ കിച്ചൺ ടു നോ വാട്ട് ദ ലവ്ലി സ്മെൽ വാസ്. എന്താണ് അങ്ങനെ ലവ്ലി സ്മെല്ല് തേടി അവൾ പോയതാ? അങ്ങനെ ഒരു സിംഗിൾ വേർഡിലൊക്കെയുള്ള ആൻസറാണ്. അതിനെ നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ അതിന് മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം. അതിന് നമ്മളെ പ്രോംപ്റ്റ് വഴിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ ഒരു മോഡിഫൈ ചെയ്ത് സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രം ഒന്ന് കോപ്പി എടുത്തിട്ട് ഒരു മോഡൽ കാണിച്ചു തരാം. കുറച്ച് പേർക്കൊക്കെ അറിയാം, കുറച്ച് പേര് ചെയ്ത വർക്കുകൾ ശ്രദ്ധിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഞാനൊരു ഐ നീഡ് മോർ ഡീറ്റെയിൽഡ് ആൻസർ. എൻ്റെ മനസ്സിലിപ്പോൾ വന്ന ഒരു പ്രോംപ്റ്റാണ് ഞാൻ കൊടുത്തത്. അപ്പം നിങ്ങളും അതനുസരിച്ച് അതൊരു ബ്രാക്കറ്റിനകത്തിട്ട് കൊടുത്ത് അങ്ങ് കൊടുക്കുകയാണ് ആ ഒരു ചോദ്യം. അപ്പോൾ അതിനെങ്ങനെ അതിപ്പോൾ കണ്ടോ, അതിനൊന്ന് എലോബറേറ്റ് ചെയ്ത് തന്നു. വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? സാഷ റഷ് ടു ദ കിച്ചൺ ബിക്കോസ് ഷീ നോട്ടീസ് ലവ്ലി ആൻഡ് ഡിലീഷ്യസ് സ്മെൽ. ഓക്കെ. എൻ്റെ ഷോർട്ട് വെർഷനും എൻ്റെ താഴെയായിട്ട് തന്നു.
ഇപ്പോൾ കിട്ടിക്കാണും. ഇതിൽ ഇനി ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വലിയ നോട്ടുകളാക്കി ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ. ഇത് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്തതിൻ്റെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിലെന്താ നമ്മൾ ഇവിടെ ചെയ്തേ? ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ ഞാനൊരു ഇമേജിന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഏതാ എൻ്റെ കയ്യിൽ ഒരു ലേബർ ഇന്ത്യയുടെ ഓരോ പേജുകളായിട്ട് ഞാനിങ്ങനെ നമ്മൾ ഫോട്ടോ എടുക്കണ സ്കാൻ ചെയ്തെടുക്കണ ഇങ്ങനെ 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 വൺ ബൈ വൺ ആയിട്ട് എടുത്ത് മറ്റേ ഇതിൽ കൊണ്ടുപോയിരുന്നു. ഏതിൽ കൊണ്ടുവന്നു? നിങ്ങളാരും ഒന്നും പറയണില്ല, ആർക്കും ഡൗട്ടില്ലേ? നമ്മൾ ക്യാൻവയിൽ കൊണ്ടുവന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു പേജ്, രണ്ട് പേജ്, മൂന്ന് പേജ് എന്നൊക്കെ ആയിട്ട് ചെയ്ത് അതിനെ PDF ആയിട്ട് എക്സ്പോർട്ട് കൊടുത്തു. നമ്മൾ ഡൗൺലോഡ് ഇട്ടു. ഒരെണ്ണം നിങ്ങൾക്ക് അയച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ഇതെന്തോ ഫീഡ്ബാക്ക് ഹബ്ബാ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. വാട്സപ്പ് PDF തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഇമേജ് കൊടുത്താ പോരെ? മതി. ഇത് എന്തിനാണ് ഞാൻ എപ്പോഴും PDF കൊടുക്കണമെന്ന് വെച്ചാൽ ഒരൊറ്റ ഫയലിൽ കിടക്കുമല്ലോ. നമ്മൾ ഈ ഓരോ ഇമേജ് ആയിട്ട് പിറക്കി പിറക്കി വയ്ക്കണ്ടേ. അതുകൊണ്ട് ഇമേജ് മതി. അല്ല, ഇമേജ് ഒന്നിച്ച് ചെയ്താൽ നമുക്ക് പിന്നെ ഒന്നിച്ച് PDF ആക്കാൻ പറ്റുമല്ലോ. തീർച്ചയായും 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 ഇമേജ് മതി. ഓരോരുത്തരുടെ കൺവീനിയൻറ്റ്. ഇത് ഒരുപാട് 5-10 ഇമേജ് ആയിട്ട് നമ്മൾ കിടക്കുന്നതിന് പകരം ഒറ്റ ഇമേജ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ PDF ആയിട്ട് കൊടുക്കുന്നത്. എല്ലാം കണക്കാണ്. ബോത്ത് ആർ മാത്തമാറ്റിക്സ്. പത്തിയാറായില്ലേ? ഇന്ന് മറ്റൊരു ബാച്ചിന് ഡേ 5 5 ആയിരുന്നു. അവർക്ക് ഒന്നും എല്ലാം ഒന്നും ശരിയായില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് മൊത്തത്തിൽ ഈ ഹാങ്ങിങ്. ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും സമയം നമ്മുടെ 7 ആയി. 7 മണി എന്ന് പറഞ്ഞിട്ട് ഇനി വൈകിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്തത്. ഞാനൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടൊന്ന് ഓണാക്കിയിരുന്നെങ്കിൽ സ്ലോ ആയി വന്നേനെ, അല്ല ഫാസ്റ്റായി വന്നേനെ. ഇനി വേറെ വിഷയവും നമുക്ക് വലിയ ഹാർഡായിട്ടുള്ള വർക്കൊന്നും ഇല്ലല്ലോ. വളരെ ചെറിയ ചെറിയ പരിപാടികൾ തന്നെ. വാട്സാപ്പ്. അത് ക്ലോസ് ചെയ്യാം, പോട്ടെ. ഓക്കെ, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമുക്ക് നോക്കാം. ഇനി കമ്പ്യൂട്ടർ നോട്ട് കണക്റ്റഡ്. സാർ, ഞാൻ ഗ്രൂപ്പില് ഒരു ആക്ടിവിറ്റീനെ തന്നെ വർക്ക്ഷീറ്റ് മോഡലാക്കിയിട്ട് ചെയ്ത് നോക്കിയതാണ്. കിട്ടും. ഓ ഓ, ഞാൻ നോക്കാം. അസൈൻമെന്റ് രീതിയിൽ അങ്ങനെ തന്നെയാണെന്ന് സാർ ഉദ്ദേശിക്കുന്നതെന്ന്. ഓ ഓ ഓ, ഇത് ടീച്ചറിന്റെ കയ്യിലിരുന്ന ഒരു ആക്ടിവിറ്റി ടെൻഡർ ടച്ചുമായിട്ട് ബന്ധപ്പെട്ട അല്ലേ? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആക്ടിവിറ്റി. ആ ഹാ ഹാ ഹാ. അതിൽ എന്ത് പ്രോംപ്റ്റ് ടീച്ചർ കൊടുത്തേ? അതോ ഇത് ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെയാണോ? ടെക്സ്റ്റ് ബുക്കിന്റെ ഫോട്ടോ ടീച്ചർ എടുത്തു അല്ലേ? ആ അങ്ങനെയാണോ? ടെക്സ്റ്റ് ബുക്കിൽ ഒരു പേജ്, PDF ഒരു പേജ് മാത്രമായിട്ട് ഞാൻ സോർട്ട് ചെയ്തിട്ട് എടുത്തു. ഓ ഓ ഓ. ഒറ്റ പേജ് PDF ആക്കി. ആ, മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് നോട്ടാക്കാൻ പറ്റാൻ എന്നാണോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്? ക്വസ്റ്റ്യൻ ഇതുപോലെ ഇനി രൂപത്തിലാക്കാനാണോ? നോട്ട്സ് മാത്രമാക്കിയിട്ട് എക്സ്ട്രാ ക്വസ്റ്റ്യനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ആ ഉം, ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് ഉം. ട്രൂ ഓർ ഫോൾസും ആ, ഫിൽ ദ അതെ ബ്ലാങ്ക്സ് അതെ. ഒക്കെ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ഇതുപോലത്തെ ഒരു സാധനമാണ്. ആ ഒരു പിക്ചറും കാണിച്ചിട്ട് അതിന്റെ ആ, സീൻ ഡിസ്ക്രിപ്ഷനൊക്കെ വയ്ക്കുക എന്നുള്ളതൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷെ ആ വാക്ക് വന്നില്ല. ഉം. നമുക്ക് അത് വരട്ടെ, അതിന് ടൈം കൊടുക്കാം. ഇനി ഷെയറിങ് മാത്രമല്ലേ ബാക്കിയുള്ളൂ. ഞാൻ എൻ്റെ ഫോണിലൊന്ന് കണക്ട് ചെയ്യാം സമയം കൊണ്ട്.
ഫസ്റ്റ് പേജ് ഒരു ഷീറ്റ് മതിയാവും.